ഉറി, കുപ്വാര, ബാരാമുള്ള സെക്ടറുകളിൽ പ്രകോപനം തുടരുന്നു പാകിസ്ഥാൻ. അതിർത്തിയിൽ കനത്ത വെടിവയ്പ്പാണ് ശക്തമായി തിരിച്ചടിക്കുന്നതായി സൈന്യം അറിയിച്ചിട്ടുണ്ട്. അഖ്നൂർ മേഖലയിൽ ഷെല്ലാക്രമണവും നടന്നു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. ജിഷ്ണു, ഇപ്പോൾ ഉറി, കുപ്വാര, ബാരാമുള്ള സെക്ടറുകളിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഭാരത സൈന്യം ശക്തമായുള്ള തിരിച്ചടി നൽകുന്നുമുണ്ട്. നിലവിൽ അവിടുത്തെ അവസ്ഥ എന്താണ്? ദേവിക, ജമ്മു കാശ്മീരിൽ സംബന്ധിച്ച് പാകിസ്ഥാൻ അതിർത്തി മേഖലകളിൽ അതിശക്തമായിട്ടുള്ള വെടിവെപ്പ് നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് സൈനിക വൃത്തങ്ങൾ നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ അടിച്ചു തകർത്തുകൊണ്ട് ഇന്ത്യ നടത്തിയിട്ടുള്ള ഈ ഓപ്പറേഷൻ സിന്ദൂറിന് പുറകെ വലിയ പരിഭ്രാന്തിയിലാണ് പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാൻ ഭരണകൂടവും ഉള്ളത്. ഭരണകൂടത്തിന് വലിയ സമ്മർദ്ദം ഈ ഭീകരവാദ ശക്തികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ അതിർത്തി മേഖലകളിൽ ഇന്ത്യ ആക്രമിച്ചത് ഭീകര കേന്ദ്രങ്ങളാണെങ്കിലും പാകിസ്ഥാൻ തിരിച്ച് ഇന്ത്യയുടെ സൈനിക പോസ്റ്റുകൾക്ക് നേരെയും ജനവാസ മേഖലകൾക്ക് നേരെയുമാണ് ഇപ്പോൾ ആക്രമണം നടത്തുന്നത്. അതിന് അതിശക്തമായ തിരിച്ചടി നൽകുന്നുണ്ട് എന്നുള്ളതാണ് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായി നിലവിൽ ഈ സമയത്ത് ഉറി ഉൾപ്പെടെയുള്ള മേഖലകളിലാണ്, ഉറി, കുപ്വാര, ബാരാമുള്ള മേഖലകളിൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൈന്യം തമ്മിൽ അതിശക്തമായിട്ടുള്ള വെടിവെപ്പ് നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പൂഞ്ച് സെക്ടറിന് ശേഷം ഇപ്പോൾ അഖ്നൂർ മേഖലയിലും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് അതിശക്തമായിട്ടുള്ള ഷെല്ലാക്രമണം നടത്തുകയാണ്. പൂഞ്ച് സെക്ടറിൽ പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള ഷെല്ലാക്രമണത്തിൽ ഭാരതത്തിന് ഒരു ധീര സൈനികരെ നഷ്ടമായിരുന്നു. അതിശക്തമായിട്ടുള്ള തിരിച്ചടി പൂഞ്ച് മേഖലയിൽ തിരിച്ചും ഭാരതത്തിന്റെ സൈന്യം നടത്തിയതോടുകൂടിയാണ് അഖ്നൂർ മേഖലയിൽ ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഷെല്ലാക്രമണം നടക്കുന്നത്. ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനത്തിന് അതിശക്തമായ തിരിച്ചടിയും ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് നൽകുന്നു. ഇപ്പോഴും ഈ കഴിഞ്ഞ യോഗത്തിൽ ഉൾപ്പെടെ ഭാരതത്തിന്റെ ഭരണ നേതൃത്വം വ്യക്തമാക്കിയതും സൈന്യത്തിന്റെ നിലപാടും അനാവശ്യമായ അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിക്കേണ്ട എന്നുള്ളത് തന്നെയാണ്. പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഓരോ പ്രകോപനത്തിനും, ഓരോ വെടിയുണ്ടയ്ക്കും, ഓരോ ഷെല്ലാക്രമണത്തിനും അതിശക്തമായ തിരിച്ചടി ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് നൽകുന്നുണ്ട്. അതുകൊണ്ട് അതീവ സംഘർഷം ഉടലെടുത്ത പശ്ചാത്തലമാണ് ഈ അതിർത്തി മേഖലകളിലെല്ലാം തന്നെയുള്ളത്. അത് ജനവാസ മേഖലകളിലേക്ക് കൂടി പാകിസ്ഥാൻ ആക്രമണം നടത്തുന്ന പശ്ചാത്തലത്തിൽ അതിർത്തി മേഖലകളിൽ അതീവ ജാഗ്രതയിലാണ് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ. ഈ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റുന്നതും അവരെ ബങ്കറുകളിലേക്ക് മാറ്റുന്നതിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ശേഖരിച്ചു വെക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ നേരിട്ട് വിലയിരുത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം അതിർത്തിയോട് ചേർന്നിട്ടുള്ള ഗ്രാമങ്ങളിലെല്ലാം അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിർത്തി മേഖലകളിൽ ഒരു യുദ്ധത്തിന് സമാനമായിട്ടുള്ള സംഘർഷം പാകിസ്ഥാൻ വെടിയുതിർത്തതോടുകൂടി പാകിസ്ഥാൻ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെയും സൈനിക പോസ്റ്റുകൾക്ക് നേരെയും ജനവാസ കേന്ദ്രങ്ങളിലേക്കും വെടിയുതിർക്കുകയും ഷെല്ലാക്രമണം നടത്തുകയും ചെയ്തതോടുകൂടിയാണ് അതിശക്തമായ തിരിച്ചടി ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. വരും മണിക്കൂറുകളിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് അതിർത്തി മേഖല പോകാനുള്ളൊരു സാധ്യത ഭാരതത്തിന്റെ സൈന്യം മുൻകൂട്ടി കാണുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ സേനാ വിന്യാസം ജമ്മു കാശ്മീർ പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് ഇതിനോടകം ഭാരതം നടത്തിയിട്ടുണ്ട്. പഞ്ചാബ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന് കൂടുതൽ സേനാ യൂണിറ്റുകൾ ജമ്മു കശ്മീർ സെക്ടറുകളിലേക്ക് വിന്യസിച്ചു. ജനവാസ മേഖലകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. ഉറി, കുപ്വാര, ബാരാമുള്ള മേഖലകളിലാണ് ഇപ്പോൾ തുടർച്ചയായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിവെപ്പ് നടത്തുന്നത്. പൂഞ്ചിന് പിറകെ അഖ്നൂർ മേഖലയിലും പാകിസ്ഥാൻ ഷെല്ലാക്രമണം തുടരുകയാണ്. ദേവിക, അതോടൊപ്പം തന്നെ ഈ ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റവരുടെ, കഴിഞ്ഞ ദിവസം ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റവരുടെ അടക്കം കണക്കുകൾ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിടുന്നു എന്നൊരു റിപ്പോർട്ട് കൂടി വരുന്നുണ്ടല്ലോ. ഇപ്പോൾ അഖ്നൂർ മേഖലയിലെ അവസ്ഥ എന്താണ്? മറ്റു വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ അവിടെ നിന്ന്? ദേവിക, നമുക്ക് ലഭ്യമായ വിവരപ്രകാരം പൂഞ്ച് സെക്ടറിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റ ജവാനാണ് ഇത്തരത്തിൽ വീരമൃത്യു വരിച്ചിട്ടുള്ളത്. കൂടാതെ 15ഓളം പ്രദേശവാസികൾ ഈ പാകിസ്ഥാൻ യാതൊരു തരത്തിലും നേരത്തെ നമ്മൾ ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെടെ ഭാരതം ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു മര്യാദയുമില്ലാതെ ഭീകരവാദത്തിന് പിന്തുണ നൽകുന്ന രാജ്യം എന്ന വിശേഷണം എത്രമേൽ പാകിസ്ഥാൻ ഉചിതമാണ് എന്ന് തെളിയിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യം അതിർത്തിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഭാരതം നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂർ ലക്ഷ്യം വെച്ചത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ, ലഷ്കർ ഇ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ഭീകര കേന്ദ്രങ്ങൾ മാത്രമായിരുന്നു. ഈ ഭാരതത്തിന് വേണ്ടെങ്കിൽ ആ ഓപ്പറേഷനിൽ സൈനിക കേന്ദ്രങ്ങളിലേക്ക് മിസൈലുകൾ അയക്കാനുള്ള ശേഷിയും പ്രാപ്തിയും ശക്തിയും ഭാരതത്തിന്റെ സൈന്യത്തിനുണ്ടായിരുന്നു. പക്ഷേ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാനോ പൗരന്മാരുടെ ജനവാസ മേഖല ആക്രമിക്കാനോ ഭാരതം തയ്യാറായിരുന്നില്ല. പക്ഷേ ഈ തിരിച്ചടി ലഭിച്ചതിന് ശേഷം പാകിസ്ഥാൻ സൈന്യം അതിർത്തിയിൽ
നടത്തുന്നത് ഇന്ത്യയുടെ സൈനിക പോസ്റ്റുകൾക്ക് നേരെയും ജനവാസ മേഖലകൾക്ക് നേരെയുമാണ് ഷെല്ലാക്രമണവും വെടിവെപ്പും നടത്തിയിട്ടുള്ളത്. അതിന് അതിശക്തമായ തിരിച്ചടി അതിർത്തി മേഖലയിൽ ഇതിനോടകം ഭാരതം നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഔദ്യോഗികമായി ലഭ്യമായിട്ടുള്ള വിവരപ്രകാരം പൂഞ്ച് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇന്നലെ ഉച്ച മുതൽ പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള ഷെല്ലാക്രമണത്തിൽ 15ഓളം പ്രദേശവാസികൾക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു സൈനികൻ വീരമൃത്യു വരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കുന്നത് തിരിച്ചു നടത്തിയിട്ടുള്ള പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാന്റെ 4-ലധികം സൈനികർ കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരമാണ് സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയ അശാന്തിയിലേക്ക്, സംഘർഷം ഉടലെടുക്കുന്ന പശ്ചാത്തലത്തിലേക്ക് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി കടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതൊരിക്കലും ഭാരതം ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ സൈന്യം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാക്കുമ്പോഴും പാകിസ്ഥാൻ നൽകുന്ന ഒരു പ്രകോപനത്തിനും തിരിച്ചടി നൽകാതെ വിടില്ല എന്ന ശക്തമായ തീരുമാനവും സൈന്യം കൈക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നേരത്തെ സൈനിക വൃത്തങ്ങൾ നൽകിയത് പ്രകാരം ഉറിയിലും ബാരാമുള്ള, കുപ്വാര മേഖലകളിൽ ആദ്യം വെടിയുതിർത്തത് പാക് സൈനിക പോസ്റ്റുകളിൽ നിന്നാണ്. അതിന് ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതീവ ജാഗ്രതയിലാണ് ജമ്മു കശ്മീർ മേഖല പൂർണ്ണമായിട്ടുള്ളത്. പൂർണ്ണമായും ഒരു സൈനിക വലയത്തിലേക്ക് അതിർത്തി മേഖലയും ജമ്മു കശ്മീരിലെ പൊതുയിടങ്ങളും മാറുന്നു. ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ഇക്കാര്യങ്ങൾ നേരിട്ട് വിലയിരുത്തുകയും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ദേവിക. നിയന്ത്രണ രേഖയ്ക്കടുത്ത് നിന്ന് ജനങ്ങളെ മാറ്റുകയാണ്, ഒഴിപ്പിക്കുകയാണ്. കൂടുതൽ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സാധാരണക്കാരെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഉറി, കുപ്വാര, ബാരാമുള്ള സെക്ടറിൽ പ്രകോപനം തുടരുകയാണ് പാകിസ്ഥാൻ. അതിർത്തിയിൽ കനത്ത വെടിവെപ്പാണ് ശക്തമായി തിരിച്ചടിക്കുന്നതായി ഇന്ത്യൻ സൈന്യം അറിയിച്ചിട്ടുണ്ട്. അഖ്നൂർ മേഖലയിൽ ഷെല്ലാക്രമണവും നടന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ജിഷ്ണു കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.